ലൈക്കുകളുടെയും ഷെയറുകളുടെയും വ്യൂസുകളുടെയും എണ്ണത്തിൽ മനുഷ്യന്റെ ജീവിത വിജയം അളക്കപ്പെടുന്ന ഒരു നവയുഗത്തിലാണ് നാം ജീവിക്കുന്നത്. സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലെ തിളക്കമുള്ള കാഴ്ചകൾക്കും വീഡിയോകൾക്കും പിന്നിൽ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ഒരു വലിയ ഇരുട്ടുണ്ട് എന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. കാഴ്ചക്കാരുടെ മുന്നിൽ എപ്പോഴും ഊർജ്ജസ്വലരായി, സന്തോഷവതികളായി, തികഞ്ഞ പൂർണ്ണതയുള്ള ജീവിതം നയിക്കുന്നവരായി പ്രത്യക്ഷപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ യഥാർത്ഥ ജീവിതം പലപ്പോഴും വലിയ മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞതാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയനായ മോട്ടോർ സൈക്കിൾ ബ്ലോഗർമാരിൽ ഒരാളായ അനുരാഗ് ഡോഭാൽ അഥവാ UK007 റൈഡർ തൻ്റെ ഇൻസ്റ്റാഗ്രാം ലൈവിനിടെ വൈകാരികമായി തകർന്നു പോയതും അപകടത്തിൽപ്പെട്ടതുമായ സംഭവം ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ആഡംബര ബൈക്കുകളിലും കാറുകളിലും ലോകം ചുറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണുനീർ, ഡിജിറ്റൽ ലോകത്തെ തിളങ്ങുന്ന മുഖംമൂടികൾക്ക് പിന്നിലെ പൊള്ളുന്ന സത്യങ്ങളെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്ക് ഇന്ന് വഴി തുറന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ എന്നത് എപ്പോഴും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ മാത്രം പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായാണ് ഭൂരിഭാഗം ആളുകളും കാണുന്നത്. കണ്ടന്റ് ക്രിയേറ്റർമാരെയും ഇൻഫ്ലുവൻസർമാരെയും സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ തൊഴിലിൻ്റെയും നിലനിൽപ്പിൻ്റെയും ഭാഗമാണ്. യാത്രകൾ, വില കൂടിയ വസ്ത്രങ്ങൾ, ആഘോഷങ്ങൾ, എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങൾ എന്നിവയിലൂടെ അവർ സൃഷ്ടിച്ചെടുത്ത ഇമേജ് പലപ്പോഴും അവർക്ക് തന്നെ ഒരു കെണിയായി മാറാറുണ്ട്. സ്വന്തം ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ പ്രിയപ്പെട്ടവരുമായുള്ള വേർപിരിയലുകളോ സംഭവിക്കുമ്പോഴും അതൊന്നും പുറത്തു കാണിക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ ചിരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അനുരാഗ് ഡോഭാലിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായ ഇത്തരം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഓൺലൈൻ ലോകത്ത് തൻ്റെ ഊർജ്ജസ്വലമായ പ്രതിച്ഛായ നിലനിർത്തേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചു എന്ന് വേണം കരുതാൻ. തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഈ അവസ്ഥ ഇൻഫ്ലുവൻസർമാരിൽ കടുത്ത ഏകാന്തതയ്ക്കും വിഷാദത്തിനും കാരണമാക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ അവരെ പിന്തുടരുന്നുണ്ടെങ്കിലും തങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരു യഥാർത്ഥ സുഹൃത്ത് പോലും അവർക്കില്ലാതെ വരുന്നത് ഈ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസമാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് വളരെ സങ്കീർണമായ അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിരന്തരമായി പുതിയ വീഡിയോകളും പോസ്റ്റുകളും അപ്ലോഡ് ചെയ്യുന്നവരെ മാത്രമേ ഈ അൽഗോരിതങ്ങൾ പിന്തുണയ്ക്കുകയുള്ളൂ. ഒരു കണ്ടന്റ് ക്രിയേറ്റർ തൻ്റെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അവരുടെ റീച്ചും കാഴ്ചക്കാരുടെ എണ്ണവും കുത്തനെ ഇടിയും. ഇത് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും ബ്രാൻഡ് ഡീലുകൾ നഷ്ടപ്പെടുന്നതിനും കാരണമാകും. ഈ ഭയം മൂലം വിശ്രമമില്ലാതെ നിരന്തരം കണ്ടന്റ് ഉണ്ടാക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ക്രിയേറ്റർ ബേൺഔട്ട് എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. സാധാരണ ജോലികളിൽ ലഭിക്കുന്നത് പോലെ അവധിയോ ജോലി സമയമോ ഇല്ലാതെ 24 മണിക്കൂറും തങ്ങളുടെ വ്യക്തിജീവിതം മറ്റുള്ളവരുടെ വിനോദത്തിനായി തുറന്നു വെക്കേണ്ടി വരുന്നത് അതികഠിനമായ മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. എന്ത് ചെയ്താലും അത് വീഡിയോ ആക്കണമെന്നും അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ വ്യൂസ് ഉണ്ടാക്കാമെന്നും ചിന്തിക്കുന്ന തലത്തിലേക്ക് അവരുടെ തലച്ചോറ് മാറുന്നു. ഇതവരുടെ സ്വാഭാവികമായ ജീവിതത്തെയും ചിന്താശേഷിയെയും ഇല്ലാതെയാക്കുന്നു. പ്രശസ്തിക്കൊപ്പം തന്നെ ഇൻഫ്ലുവൻസർമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള അധിക്ഷേപങ്ങൾ. തങ്ങൾക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ആളുകളിൽ നിന്നുള്ള കടുത്ത വിമർശനങ്ങളും അസഭ്യവർഷങ്ങളും ബോഡി ഷെയ്മിങ്ങും അവർക്ക് നിത്യേന നേരിടേണ്ടി വരുന്നു. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചാൽ പോലും ഒട്ടും ദയയില്ലാതെ അവരെ വേട്ടയാടുന്ന ഒരു പ്രവണത ഇന്ന് സൈബർ ഇടങ്ങളിൽ സജീവമാണ്. ക്യാൻസൽ കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഒരു വ്യക്തിയുടെ കരിയറും ജീവിതവും നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ പോകുന്നതാണ്. നിരന്തരമായി ഇത്തരം നെഗറ്റീവ് കമന്റുകൾ വായിക്കുന്നതും അവരോട് പ്രതികരിക്കേണ്ടി വരുന്നതും ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം കെടുത്തുകയും അവരെ കടുത്ത ഉത്കണ്ഠയിലേക്കും വിഷാദ രോഗത്തിലേക്കും തള്ളിവിടുകയും ചെയ്യും. ഇൻഫ്ലുവൻസർമാരും മനുഷ്യരാണെന്നും അവർക്കും തെറ്റുകൾ സംഭവിക്കാമെന്നും ഇത്തരം ക്രൂരമായ വാക്കുകൾ അവരുടെ മാനസികാരോഗ്യത്തെ എത്രത്തോളം തകർക്കുന്നുണ്ടെന്നും വിമർശകർ പലപ്പോഴും ചിന്തിക്കാറില്ല. ഒരു വ്യക്തി മാനസികമായി തകർന്നു തുടങ്ങുമ്പോൾ അത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല. അതിനു മുൻപായി നിരവധി സൂചനകൾ അവർ നൽകുന്നുണ്ടാകും. പെട്ടെന്നുണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങൾ, എപ്പോഴും ദേഷ്യപ്പെടുകയോ പെട്ടെന്ന് സങ്കടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ, സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പിൻവലിയാനുള്ള പ്രവണത, ഉറക്കമില്ലായ്മ, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, മുൻപ് ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലാതാകുക എന്നിവയെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇൻഫ്ലുവൻസർമാർ തങ്ങളുടെ ഇത്തരം വിഷമങ്ങൾ പരോക്ഷമായി പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ കാഴ്ചക്കാർ അത് അവരുടെ പുതിയ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനുള്ള ഒരു നാടകമായി തെറ്റിദ്ധരിക്കുകയാണ് പതിവ്. ഇവിടെയാണ് വലിയ അപകടം പതിയിരിക്കുന്നത്. താൻ വലിയൊരു പ്രതിസന്ധിയിലാണെന്നും സഹായം ആവശ്യമുണ്ടെന്നും ഒരാൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുന്നത് അവരെ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കും. ഇത്തരം ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ വൈകാരിക പിന്തുണ നൽകാനും ആവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ പ്രൊഫഷണൽ സഹായം തേടാൻ അവരെ പ്രേരിപ്പിക്കാനും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഫോളോവേഴ്സും തയ്യാറാകേണ്ടതുണ്ട്. ഇൻഫ്ലുവൻസർമാരുടെ മാനസികാരോഗ്യം എന്നത് അവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല.
അവരുടെ വീഡിയോകൾ നിരന്തരം കാണുന്ന, അവരെ റോൾ മോഡലുകളായി കാണുന്ന വലിയൊരു യുവതലമുറ നമുക്കുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ മാനസികമായി തകരുന്നതും വിഷമിക്കുന്നതും കാണുന്നത് ഈ ചെറുപ്പക്കാരിലും വലിയ ഉത്കണ്ഠകൾ സൃഷ്ടിക്കുന്നു. മറുവശത്ത് ഇൻഫ്ലുവൻസർമാർ കാണിക്കുന്ന അമിതമായ ആഡംബരവും വ്യാജമായ സന്തോഷവും കണ്ട് സ്വന്തം ജീവിതം ഒന്നുമല്ലെന്ന അപകർഷതാബോധത്തിലേക്ക് വീണുപോകുന്ന സാധാരണക്കാരായ കാഴ്ചക്കാരും അനവധിയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ലെന്നും അതൊരു മായാലോകം മാത്രമാണെന്നുമുള്ള തിരിച്ചറിവ് പ്രേക്ഷകർക്കും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സോഷ്യൽ മീഡിയ സാക്ഷരത എന്നത് ഇന്നത്തെ കാലത്ത് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു. അനുരാഗ് ഡോഭാലിന്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യത്വത്തിന്റെ അടയാളങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ്. ഒരാൾ തകർന്നിരിക്കുന്ന സമയത്ത് അവരുടെ വീഡിയോകൾ സെൻസേഷണൽ വാർത്തകളാക്കി മാറ്റി കാഴ്ചക്കാരെ കൂട്ടാൻ ശ്രമിക്കുന്ന പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടിസ്ഥാനരഹിതമായ വാർത്തകളും ഒരാളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന കണ്ടന്റുകളും ഷെയർ ചെയ്യാതിരിക്കുക എന്നത് ഒരു ഡിജിറ്റൽ പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. സ്ക്രീനുകളിലെ യൂസർ നെയിമുകൾക്ക് പിന്നിൽ വികാരങ്ങളും വേദനകളുമുള്ള ഒരു യഥാർത്ഥ മനുഷ്യനുണ്ടെന്ന് നാം ഓരോരുത്തരും ഓർക്കണം. മാനസികാരോഗ്യം എന്നത് ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒരു ഡോക്ടറെ കാണുന്നത് എന്തോ വലിയ കുറവാണെന്ന അബദ്ധധാരണ നമ്മുടെ സമൂഹം ഇനിയും തിരുത്തേണ്ടതുണ്ട്. ഇൻഫ്ലുവൻസർമാരും തങ്ങളുടെ ഫോണുകളും ക്യാമറകളും മാറ്റിവെച്ച് യഥാർത്ഥ ജീവിതത്തിലെ സുഹൃത്തുക്കളോടും അതുപോലെ കുടുംബാംഗങ്ങളോടും സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം. ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന ആശയം കൂടുതൽ പ്രായോഗികമാക്കേണ്ട കാലമാണിത്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും കേൾക്കാൻ ഒരു കാതും ചേർത്ത് പിടിക്കാൻ ഒരു കരവും നൽകാൻ നമുക്ക് സാധിക്കണം. കാരണം ചിലപ്പോൾ ഒരു ചെറിയ അനുകമ്പ നിറഞ്ഞ വാക്കുകളായിരിക്കും ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ കാരണമാകുന്നത്. ലൈക്കുകൾക്കും വ്യൂസുകൾക്കും മുകളിൽ മനുഷ്യന്റെ ജീവനും മാനസിക സമാധാനത്തിനും വില കൽപ്പിക്കുന്ന ഒരു പുതിയ സൈബർ സംസ്കാരം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.